അസ്സലാമലൈക്കും. ഇന്ന് കുറച്ച് സങ്കടത്തിലാണ്. എന്നും സങ്കടം തന്നെയാണ്, എന്നും കുറച്ച് സങ്കടത്തിലാണ്. വെളുപ്പാങ്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഒരു 4:58 വന്നു. ഞാൻ വീഡിയോ ജനലിനകത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. കൊണ്ടുപോയി അവനൊരു ശബ്ദത്തിലൊരു ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, എന്നെ കൊല്ലും. ഈ കുടിച്ച് 4-ാം കാലി തന്നെയാണ് നിൽക്കുന്നത്. അവൻ്റെ കൊച്ചിനെ വേണം, എന്നെ വേണം, ഡി അഡിഷൻ സെൻറ്റർ. എനിക്ക് ഇനി ഒരു ഇതും പറ്റില്ല. കാരണം അന്ന് ലൈവിലിട്ടിരുന്ന ആ ഡ്രസ്സ് തന്നെയാണ്. കുളിയില്ല, നനയില്ല, പല്ല് തേപ്പില്ല, ഒന്നുമില്ല. ഇപ്പോഴും എനിക്ക് പെറ്റി അടുപ്പിച്ച് തന്നേക്കാണ്. കാരണം ബൈക്ക് എൻ്റെ പേർക്കാണ്, 1000 രൂപയാണ്. എത്ര പെറ്റിയായെന്നറിയാമോ? വാപ്പായെ കിടന്ന് നിരന്തരം വിളി, കൊല്ലുമെന്ന ഒരേ ശബ്ദത്തിലാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പോലീസിൽ എന്തായാലും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാൻ അവർ പറ്റുള്ളൂ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത്രയും കാലവും ഞാൻ എൻ്റെ മക്കളെ വളർത്തി. പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ച് കിടന്നിട്ടും കാലം നോക്കിയിട്ടും വീട് കിട്ടിയില്ല. അങ്ങനെയാണ് ഈ എല്ലാവരും കൂടെ എടുത്തുകൂട്ടി വീട് വയ്ക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഈ മക്കളെ ഒറ്റക്കിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് പോകണമെന്ന് ദയനീയ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ മുഷ്താഖ് മോനും മിഫ്സലി മോനും മസ്റൂറ മോളും ഒരേ ഇങ്ങനല്ല ഇരുന്നത്. നമുക്ക് യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് നരകിച്ച് തന്നെയാണ് നമ്മൾ ജീവിച്ചത്. എൻ്റെ മക്കൾ ഞാൻ ഇതുവരെയും കഷ്ടപ്പെട്ട് വളർത്തി, ഇതുവരെ ആക്കി. എൻ്റെ മക്കൾ എന്നിൽ സുരക്ഷിതമാണ്, അല്ലേ? എന്നെ കൊല്ലോളൂ അവൻ, പബ്ലിക് അറിഞ്ഞോ? എന്നെ കൊല്ലോളൂ, മക്കളൊന്നും ചെയ്യില്ല, എന്നെ കൊല്ലോളൂ. പിന്നെ എൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നെ അവർ നോക്കിക്കോളും. പിന്നെ എനിക്കിപ്പോൾ ഇറങ്ങി ഓടാൻ പറ്റൂല. ദയനീയമായൊരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 4-ാം മാസം ഗർഭിണിയാണ്. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ വിചാരിക്കണമായിരുന്നു, അവൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ്, ആ പെണ്ണിനെ അടിക്കരുത്. ഈ പള്ളിക്ക് സ്റ്റേഷൻ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞെന്നറിയുമ്പോൾ ക്രിമിനലാണ് അവൻ. 308 കേസ്. അവൻ എന്ത് ചെയ്യാൻ മടിക്കൂല. എന്താണ്? മദ്യലഹരി. ഞാൻ കരയണത് ഏറ്റവും സഹിക്കാൻ പറ്റാത്തതായവനാണ്. പിന്നെ അതുപോലെ അവൻ എവിടെ ഇരിക്കുന്നുണ്ട്. അവനൊക്കെ എന്നെ തൊടുമെങ്കിൽ ഉണ്ടല്ലേ, ഇപ്പോൾ കാക്ക പറന്നു വരും പോലെ അവർ പറന്നു വരും. പിന്നെ എൻ്റെ മക്കളാ എന്നിൽ നിന്ന് പിരിക്കാൻ ഒരിക്കലും പറ്റൂല, ഒരിക്കലും. അത് മരണം കൊണ്ടല്ലാതെ പിരിയോളൂ, അല്ലേ മക്കളെ? മരണം കൊണ്ടല്ലാതെ നമ്മൾ പിരിയൂല, അല്ലേ? എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആരെ ബേക്കിൽ നിന്നും തേടി വന്നിട്ടില്ല. എന്നെ തേടി ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുപാട് പേരുകൾ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഈ അധപ്പതനത്തിന് കാരണവും ഈ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാർ തന്നെയാണ്. ഞാൻ അതൊന്നും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. കാരണം എൻ്റെ വിധിയാണെന്ന് ഞാൻ സമാധാനിക്കുന്നുണ്ട്. മക്കളും ഉണ്ടായി. ഇന്നൊരു വോട്ടിന് പോലും ഞാൻ പുറത്തിറങ്ങാതിരിക്കുകയാണ്. കാരണം വയ്യ. നാട്ടുകാരെ മുമ്പ് ഞാൻ കോമാളി. ഇവൻ വന്ന് ഇവിടെ ഇല്ലാത്ത കലഹം. ഇന്ന് 6 മണിക്ക് എല്ലാവരും സുബൈയുടെ സമയത്ത് കിടന്ന് ഉറങ്ങണ ടൈമാണ്. സുബൈ ഇത് കഴിഞ്ഞിട്ടൊക്കെ അവൻ ഇവിടെ വന്ന് കിടന്ന് ഫോണടിയും. ഞാനൊരു ബൈക്കും കാറും എടുത്തു കൊടുത്ത് എനിക്ക് തലവേദന. അതായത് സാധാരണ നീ ഒരു ടൈമിനൊക്കെയാണ് ചിലവർ കുടിക്കുന്നത്. ഇത് ഫുൾ ടൈം ഒരു ഇപ്പം കണ്ട ഒരു വികൃതമായ ഒരു രൂപം, ഒരു ക്രിമിനൽ തന്നെയാണ്. അവൻ എന്നെ കൊല്ലും. ഇന്നും പറഞ്ഞു, ഒരേ സ്വരത്തിൽ പറഞ്ഞേക്കാണ് കൊല്ലും, ഇപ്പോഴും കൊല്ലും എന്നാണ് പറഞ്ഞേക്കണം. കൊല്ലട്ടെ, കൊന്നാൽ uttaraവാദി ഇവൻ തന്നെയാണ്. ഇവനും മരിക്കും എന്നാണ്. അല്ലെങ്കിൽ കാറും ബൈക്കും കത്തിക്കട്ടെ. അത്രയ്ക്ക് മക്കളെ കൈയെടുത്താണ്. അത്രയ്ക്ക് ചുണയുള്ളവനാണ് എന്നുണ്ടെങ്കിൽ, മക്കളെ മിണ്ടായി, അത്രയ്ക്ക് ചുണയുള്ളവനാണ് എന്നുണ്ടെങ്കിൽ ബൈക്ക് കത്തിക്കട്ടെ, കാറും കത്തിക്കട്ടെ, അല്ലേ? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ടില്ല. എനിക്ക് വണ്ടി എടുക്കണമെങ്കിൽ അത് അപ്പോഴത്തെ കാര്യം. എനിക്ക് വണ്ടിയിലൊന്നും ആവശ്യമില്ല. എനിക്ക് ഈ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണം. അവർക്ക് ഈ മക്കളെന്ന് പറഞ്ഞാൽ 7 ഉയിരാണ്, ബാപ്പയ്ക്കും ഉമ്മയ്ക്കും. എനിക്ക് ഇതുവരെയും മാനസിക പ്രശ്നങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴേ എനിക്ക് അതിൻ്റേതായ എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. ഇന്ന് ഈ മക്കളെ നോക്കി ഒരു വീടായി കയറിക്കിടാം. പക്ഷേ വീടായപ്പോഴോ ഒരു കല്യാണം കൂട്ട് വേണമെന്ന് പറഞ്ഞ് കഴിച്ചു കൊടുത്ത് ഒരു ലോക ഫ്രോഡിനെ കല്യാണം കഴിച്ച്. അന്നത്തെ ആ ലൈവിൽ പറഞ്ഞ അസഭ്യങ്ങൾ അവനിക്കത് ഓർമ്മയില്ല, ബോധമില്ല. പിന്നെ അവൻ പറയണേന്ന് വെച്ചാൽ
എനിക്ക് ആ ലൈവ് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്താലും ശരി തന്നെ, എനിക്ക് എന്നിലൊരു നിഴലായിട്ട് പോലും കാണരുത്. പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നൊരു ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ അതിനൊരു മുന്നോട്ടൊരു തീരുമാനം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലോട്ടുള്ള നടപടി. കാരണം എന്ന് വെച്ചാൽ ജീവിക്കണം. കാരണം അവൻ്റെ ഒരു കുഞ്ഞു വയറ്റിൽ കിടക്കുന്ന ആ പരിഗണന പോലും അവൻ എനിക്ക് തരുന്നില്ല. ഞാനും മോളും കൂടിയാണ് ഇന്നലെ പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്. പിന്നെ മക്കളെ പിരിക്കാൻ ചൈൽഡിലൊക്കെ ഒരുപാട് കേസുണ്ട് അല്ലേ. നമ്മളെ പ്രൊട്ടക്ഷനൊക്കെ ചൈൽഡിൽ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഒരു നിയമം എടുക്കാൻ പറ്റില്ല. ഉമ്മ നോക്കുന്നിടത്തോളം കാലം വേറെ ആരും നോക്കിയാൽ എത്തത്തുമില്ല. എത്ര പുഴുത്ത തള്ളയാണെങ്കിലും പൊക്കിൾക്കൊടി ബന്ധത്തിൽ നോക്കുന്ന തള്ളമാരാണെങ്കിൽ നോക്കും. പിന്നെ ഞാൻ ഇത്രയും കാലം എൻ്റെ മക്കളെ തന്നെയാണ് നോക്കിയത്. അത്രയും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ട്, കയറിക്കിടക്കാടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ മക്കൾക്ക് ഓരോ സെൻറ്റ് ഭൂമി എഴുതി കൊടു, അതിനകത്ത് അവർക്കൊരു അവകാശം വരും. അല്ലാതെ ചൈൽഡ് കയറി. പിന്നെ ഞാൻ ആർക്കും വേണ്ടി വീഡിയോ ചെയ്തിട്ടില്ല. എന്നെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്ത് നിരന്തരം ടോർച്ചറിങ് ചെയ്തപ്പോൾ തലച്ചോറുള്ള ആരും പ്രവർത്തിക്കും. അതുപോലെ ഞാനും പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം ഞാനൊരു ഉമ്മയാണ്. കാരണം ഇല്ലാ വചനങ്ങൾ പറയരുത്. അവിഹിതമാണ്, അതാണ് ഇതാണ്. എന്നിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് കുറേ 1 ലക്ഷം രൂപ അങ്ങനെ ഇങ്ങനെ മക്കളെ അടിക്കൂ. എന്തിനാണ് നാട്ടുകാരെ ബേക്ക്? സ്വന്തം ന്യൂനതകൾ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യും. സ്വന്തം ന്യൂനതകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നാട്ടുകാരെ കാര്യങ്ങൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാം. മാന്യമായ രീതിയിൽ റിയാക്ഷൻ ചെയ്യും. എല്ലാവരും നൊന്ത് തന്നെയാണ് മക്കളെ പ്രസവിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ മക്കളെ പ്രസവിച്ച് ഈ 14 ജില്ലയിലും 14 എണ്ണമൊന്നുമില്ല. ആകെ എനിക്ക് 3 കൺമണികളേ ഉള്ളൂ. ഒന്ന് ഖബറിലും ഒന്ന് എൻ്റെ വയറ്റിലും. ഈ ഒരു ഗർഭകാലഘട്ടത്ത് സമാധാനവും സന്തോഷമാണ് വേണ്ടിയത്. അതെനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കാലൻ ഇപ്പം എന്നെ ഒരു നിലയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കൊല്ല് നീ കുടിച്ച് 4 കളി. പിന്നെ എൻ്റെ കുട്ടികൾ അവനൊന്നും ചെയ്യില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നിയമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നിയമം അത് അനുകൂലമായി ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വരട്ട്. എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കണ്ടൻറ്റിൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയണത് പബ്ലിക്കിൻ്റെ മുമ്പ്. ഇതുവരെ ഒരു നിയമം വന്നിട്ടില്ലല്ലോ. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു നിയമവും ബാധകവും വന്നിട്ടില്ലല്ലോ. ഞാനും വോട്ട് ഇടുന്ന ഒരു അവകാശപ്പെട്ട ഒരു കേരളത്തിൽ, ഞാൻ നാവായിക്കുളം ജില്ലയിൽ പുന്നോടെന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അവനെ എടുത്തു, ഒരു അന്തിക്കൂട്ടിനൊരുത്തനെ എടുത്തു. പക്ഷേ ഇത്രയൊന്നും അക്രമമൊന്നും എന്നെ ചെയ്യേണ്ട കാര്യവുമില്ല. ഇന്നും അവൻ വന്നിട്ട് അവന് ജീവിക്കണം ഇത്രയും പറഞ്ഞിട്ടും. അല്ലെങ്കിൽ അവൻ വേറെ പെണ്ണുങ്ങളൂടെ പോകുന്നു. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഷാനെ, ഞാൻ ഇപ്പോഴും എന്താ പബ്ലിക്കിൽ പറയണേ, നിന്നെ ഇനി ഞാൻ കടലിൽ ചാടി മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ എടുക്കില്ല. അത് നിനക്കിനി തമാശയായാലും നീ ഇപ്പം ഈ ലഹരിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നു ഇതൊരു കളിയാണെന്ന്. ഒരിക്കലും എൻ്റെ പൊന്ന് 4 മക്കൾ ഈ ഭൂമിയിൽ ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞ് വരാൻ വിധി ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എന്തായാലും ഒരുത്തനെയും കൊണ്ട് ഞാൻ ഇനി എന്തായാലും ബാപ്പാന്ന് വിളിപ്പിക്കില്ല. മക്കൾ അടിപൊളിയായിട്ട് ഇവിടെ കിടന്ന് വളരും. പിന്നെ എനിക്ക് ഒരു ഉറപ്പ് ഞാൻ പറയുന്നുണ്ട്, ഇവൻ്റെ ഒന്നും 1 രൂപയും എന്നിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചിട്ടുള്ളതല്ലാതെ ഇവൻ്റെ ഒന്നും 1 രൂപയും ഞാൻ എൻ്റെ മക്കൾക്ക് ബിസ്മീൻ ചൊല്ലി കൊടുത്തിട്ടില്ല. ഇവൻ ചിലവും ഇല്ല, ഒന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലും ഇങ്ങ് കയറി പറ്റണം. അതിനി നടക്കത്തുമില്ല. ഞാൻ ഉറപ്പോടും. അത്രയും വിഷമിച്ച് പറയണ എല്ലാവരും എന്നെ കാക്കയെ പോലെ ഇട്ട് വളഞ്ഞാക്രമിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രോങ് ആയിട്ട് പറയണേ, തവക്കൽത്തു അലല്ലാ, അള്ള ഉണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്. ഈ മോളൊക്കെ ഇവിടം വരെ എത്തിയതേ ആരെയും ഇതിലല്ല. ഉമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ട്, അവൾക്കറിയാം. ഞാൻ എന്ത് പറഞ്ഞാലും വിളിച്ച് പോകുന്നൊരു വാക്ക് പറയില്ല. കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിത്തിരി താമസിക്കും, അന്നല്ലാതെ. എൻ്റെ മക്കൾക്ക് ഇനി ഷാന വേണ്ട. ഷാനയെന്നല്ല, ഇനി ഒരാളെയും വേണ്ട. പിന്നെ എനിക്ക് എൻ്റെ നാടും വീടും മൊത്തം വെറുത്ത് ഞാൻ കോമാളിയായി അവൻ്റെ കൂടെ ജീവിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുക. എനിക്ക് ഏറ്റവും പൈശാചികമായ ജീവിതമാണ് ഇപ്പോഴത്തെ ജീവിതം. ഒന്നും അറിയാതെ വളരുന്ന ഈ 3 മക്കളും എൻ്റെ വയറ്റിലൊരു കുഞ്ഞും, മൊത്തം 4 കുഞ്ഞുങ്ങളും ഞാനും. എവൻ പറയണം അല്ലെങ്കിൽ എവൻ ചാവുമെന്ന്. അല്ലെങ്കിൽ നീ ഒരു കാര്യം, നീ ചാവ്. നീ ചത്താ നമ്മൾ ഇത്ര പേര് രക്ഷപ്പെടും. നിൻ്റെ ടോർച്ചറിങ്ങിൽ തന്നെ ഇന്ന് രാത്രിയും വരുമെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും പോലീസ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഇവൻ്റെ വിരട്ട് ഇനി എൻ്റെ അടുത്ത് നടക്കൂല. ഇവൻ എത്ര ട്രാഫിക് വയലേഷൻ തന്നാലും എങ്ങനെ കുടിച്ച് പെടുത്ത് കിടന്നാലും എനിക്ക് ഇനി അവനെ വേണ്ട. കാരണം ഇവൻ വീട് വരെ ഇതാണ് കുടിച്ച് തീർത്ത് ജുമൈരായ പെരുവഴി ആക്കിയ കണക്ക് 1 ഗ്രാം സ്വർണം പോലും ഇല്ലാതെ ആ കൊച്ചിൻ്റെ കൈ കിടന്ന കഴിച്ചയും വരെ പൊട്ടിച്ച് കുടിച്ചവനാണ്. അപ്പോൾ ഇവൻ ഇത് മൊത്തം നശിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇത്രയൊക്കെ മതി അനുഭവങ്ങൾ. നമ്മൾ മതിയല്ലേ? അതുകൊണ്ട് ഇത്ര എനിക്ക് പറയാനുള്ളത്. നീ കൊല്ലണമെങ്കിൽ 1 നാഴികയ്ക്ക് മുമ്പ് കൊല്ലണം. നിൻ്റെ കുഞ്ഞ് ഭൂമിയിൽ വരുന്ന മുമ്പ് നീ എന്നെ കൊല്ലണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്കും ഉറക്കമില്ല, അത്രയ്ക്കും വിഷമങ്ങളാണ്.
ഒരു ഗർഭകാലഘട്ടത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് സുഖവും സന്തോഷവും കൊണ്ടും. പക്ഷെ അതിനു വേണ്ടി അവൻ നീറ്റക്ക. കാരണം അവന് രക്തബന്ധം അറിയില്ല. അവൻ്റെ ഉമ്മയും അവൻ്റെ കുടുംബക്കാരും എല്ലാം ഇങ്ങനെയായിരുന്നു, മന്ത്രവാദവും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിരുന്നു. ഇത് യവനെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് യവനും തെരുവിലും കോളനിയിലും കോളനി സംസ്കാരങ്ങൾ കേട്ടാൽ അതുപോലെ തന്നെയാണ് ഇപ്പം വിചാരിക്കുന്നത്. പക്ഷെ അതെനിക്ക് പറ്റൂല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് നിന്നെ കാണാൻ വേണ്ട, എടുക്കാൻ വേണ്ട. ഞാൻ പോലീസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തരം കഴിയുമ്പോൾ പോലീസ് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് എല്ലാം പറഞ്ഞ് ക്ലിയറായി. നീ നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അത്രേ ഉള്ളൂ. നീ ഇന്ന് പറഞ്ഞിട്ട് കോളനിയിൽ ഏതാ പെണ്ണുങ്ങളുടെ പോവും, നിൻ്റെ കൂടെ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ പോവും. നീ പൊക്കോടാ. നീ പല പെണ്ണുങ്ങളുടെയും പോയവനാണെന്നും പല ഇതും എൻ്റെ കയ്യിൽ ഫോട്ടോസ് വരെ ഉണ്ട്. അത് ഞാൻ പബ്ലിക്കിൽ ഇടണ്ടെങ്കിൽ നീ മാന്യമായ രീതിയിൽ നിന്നോ, നീ നിൻ്റെ കാര്യം നോക്കി പോയി ജീവിച്ചോ. അത്ര ഇനി എൻ്റെ കൂടെ വരട്ട് വേണ്ട. കാരണം നീ ക്രിമിനലാണ്. നിനക്കില്ലാത്ത കേസുകളില്ല. ഒരു സ്റ്റേഷനിൽ പോലും നിനക്ക് കേസില്ല. നിൻ്റെ വീട്ടിൽ പോലും അടുപ്പിക്കാത്ത പ്രൊട്ടക്ഷൻ പേപ്പറുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ ഇനി വയ്യ. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവൻ എപ്പോഴും എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കണ്ടൊന്ന് രസിച്ചോട്ട്. അവൻ്റെ ഉമ്മയും അവൻ്റെ ഇത്രയും ദിവസമായില്ല മോനെ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞുകൂടെ തള്ളാക്കി? അല്ലെങ്കിൽ ഒരു അനിയെ കുടിക്കാൻ പൈസ കൊടുക്കുമല്ല, ഇത്ര ഇങ്ങനെ പറ്റൂല. അല്ലെങ്കിൽ അവനൊക്കെ എന്താ ഇറങ്ങാത്ത? അപ്പം ചേട്ടായി വിളിച്ച അനിയൻ പൈസ കൊടുക്കും. അനിയൻ്റെ പ്രശ്നത്തിനൊന്നും അവൻ ഇറങ്ങിയില്ല. അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ. ഒരു കുടുംബക്കാരില്ല, ഇറങ്ങേണ്ടിയുള്ളവരാണ്. ഞാൻ പറഞ്ഞു, നിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാപ്പാരുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വാ. ഇതിവിടെ കിടക്കുന്ന ഈ ബൈക്കും വണ്ടി ഇരപ്പിക്കുന്ന ഇരപ്പിപ്പ് കാണണം. അവന് നാട്ടുകാരെ ആരെയും പേടിയില്ല, നിയമവും പേടിയില്ലെന്നാണ് പറയണത്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഭയങ്കര ദുഃഖമാണ്. അസ്സലാമു അലൈക്കും.